ഹലോ ഗൈസ്, P3 ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് പൊങ്കാലയാണ് കേട്ടോ. ഇന്ന് മാർച്ച് 3 പൊങ്കാല. ഇന്ന് പൊങ്കാലയ്ക്ക് ഞങ്ങളിതാ പൊങ്കാല ഇടക്കാൻ വഴിയിലേക്ക് പോവുകയാണേ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പൊങ്കാല ഇടുന്നത്. ഇതിപ്പോൾ ആറ്റ്യാലമ്പലത്തിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരത്താണ് ഞങ്ങൾ വീടുള്ളത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അതേ പൊങ്കാലക്കുള്ള എല്ലാ സെറ്റിങ്ങും റെഡിയാക്കുകയാണ് അമ്മ. 2 ആൻറ്റിമാർ ഇത് എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരാണ്. അപ്പോൾ അവരും വന്നിട്ടുണ്ട്. അവരെല്ലാം കോട്ടയത്തു നിന്ന് വന്നതാണ് പൊങ്കാല ഇടാൻ. കാണും ആ റെഡ് കണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതൊരു സീരിയൽ നടനാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ എല്ലാവരും പൊങ്കാല ഇടാൻ റെഡി. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ആയേക്കെന്ന് വിചാരിച്ചു. അത് അവിടുന്ന് ഭണ്ഡാരടുപ്പ് കത്തിക്കാറിയോടനെ ആൻറ്റി അപ്പം ഗണപതിക്കുള്ള എല്ലാം വെച്ച് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പൊങ്ങണ്ട. അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഗൈസ്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. പക്ഷേ വെയിലായതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിലേക്ക്. ഈ വാർഡിലുള്ളവരാണ്. ഇവിടെ ഒരു തിങ്ങി അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മുടെ ഈ വാർഡിലുള്ളവരാണ് കൂടുതലും ഉള്ളത്. ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് പൊങ്കാല ഇടാൻ വേണ്ടി. എല്ലാവരും ചൂട്ട് പിടിച്ചേക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുന്ന് പൊങ്കാല അടുപ്പിൽ നിന്ന് കത്തിച്ച അഗ്നിയുമായിട്ട് ഒരാൾ വരും. അപ്പോൾ അതിൽ നിന്ന് കത്തിച്ച് നമ്മുടെ പൊങ്കാല അങ്ങ് തുടങ്ങും. അപ്പോൾ വരുന്നുണ്ട് ഗൈസ് പൊങ്കാല നമുക്കിപ്പോൾ തന്നെ കത്തിക്കാം. എല്ലാവരും പെട്ടെന്ന് കത്തിക്കണം. ഞാൻ റെഡിയായി നോക്കിയിരിക്കുകയാണ്. അല്ല, എല്ലാവരും കത്തിക്കുന്നത് കണ്ടോ ഗൈസ്? ഇവിടെ നിന്നായിരുന്നു നമ്മളിനി പൊങ്കാലയെ അടുപ്പിലേക്ക് നേരെ വയ്ക്കും. അതിനുശേഷം പിന്നീട് അഗ്നിയാണ്. അഗ്നി പകർന്ന് പുകയെല്ലാം ആകും. പിന്നെ ഒന്നും കാണാമില്ല. കണ്ണ് കലങ്ങി തെളിഞ്ഞും മനസ്സും തെളിയും. ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഗൈസ്. ഇന്നലെ ഞങ്ങളെല്ലാം അപ്പം നേരത്തെ കണ്ടോ ഞങ്ങൾ ചൂട്ടെല്ലാം ഞങ്ങൾ കത്തിച്ചതാണ്. എല്ലാവരും ഇനി അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. അവിടെ അമ്മ ആദ്യം വെച്ചു. അത് കഴിഞ്ഞ് ഇക്കടും ഞാനും ഇതാ ഞങ്ങൾ ഭക്തി നിർഭരമായി പൊങ്കാല അടുപ്പ് കത്തിച്ചു തുടങ്ങി. ഇനി ഞാൻ 5 കലം പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം എൻ്റെ മോളും ഇടുന്നുണ്ട്. അപ്പോൾ പൊങ്കാല ഇട്ട് തുടങ്ങി. അപ്പോൾ 5 അടുപ്പിലേക്ക് ഞാൻ പയ്യെ എല്ലാ അടുപ്പിലേക്കും കത്തിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഗൈസ് പുകയുടെ അഭിഷേകമായിരിക്കും. പക്ഷെ നല്ലൊരു ഫീലാണ് ഗൈസ്. അത്രയും നേരം നമ്മൾ സമയം പോണതറിയില്ല. ഭയങ്കര ഒരു ഇത്. നമുക്ക് ഈ പ്രാവശ്യം കൊതുമ്പൊക്കെ വളരെ കുറവായിരുന്നു ഗൈസ്. നമ്മൾ സിറ്റിയല്ലേ ഗൈസ്, കിട്ടാൻ പാട്. പിന്നെ അവർ കോട്ടയത്തിൽ നിന്നൊക്കെ കുറേ കൊണ്ടുവന്നു. പക്ഷെ വാങ്ങാനൊന്നും ചെന്നിട്ട് കിട്ടിയില്ല ഗൈസ്. ഒരുപാട് പേര് എല്ലാം പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വേണ്ടി കിട്ടിയില്ലതാ. എല്ലാവരും പൊങ്കാല ഇടുന്ന കണ്ടുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങളുടെ പൊങ്കാല അടുപ്പ് കത്തിയിരിക്കുന്നു ഗൈസ്. ഇതിപ്പോൾ നമ്മുടെ ആ വാർഡാണ്. എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇത് കൊണ്ട് എല്ലാവരും പൊങ്കാല ഇടുകയാണ് ഗൈസ്. ഇതെല്ലാവരും ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽക്കൽ തന്നെയാണ് അവരിടുന്നത്. ഈ അടുപ്പിനകത്ത് മണ്ടപ്പറ്റ് തെരളി എന്ന് പറയും. അത് പൊങ്കാലയുടെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അത് ട്രിവാൻഡ്രംകാർക്കാണ് അത് മെയിനായിട്ട് ഉണ്ടാക്കാൻ അറിയാം. നമുക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ പൊങ്കാല അടുപ്പ് എൻ്റെ ഫസ്റ്റ് തിളച്ചത് എൻ്റെ അമ്മയുടെ പൊങ്കാലയാണ്. അതാണ് ഫസ്റ്റ് തിളച്ചത്. പെട്ടെന്ന് തിളച്ചു ഗൈസ്. അതിൻ്റെ ജാട അമ്മയ്ക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒന്നും തിളച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്മയുടെ ആദ്യം തിളച്ച് ഞങ്ങളും കത്തിക്കാൻ അടുത്തത് ഓരോരുത്തർ തിളയ്ക്കും ഗൈസ്. അത് ആൻറ്റിയുടെ പൊങ്കാലെടുപ്പ് തിളയ്ക്കാറായി. എല്ലാവരും എൻ്റെതാണ് ഗൈസ്. ഈ കാണുന്ന ഒന്നും തിളച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ കത്തിയതാ ഒന്ന് തിളയ്ക്കുക. അത് അമ്മയുടെ. അപ്പോൾ എല്ലാവരുടെയും തിളയ്ക്കുന്നു ഗൈസ്. അങ്ങനെ പൊങ്കാല അങ്ങനെ നമ്മൾ ഒരു വർഷമായി കാത്തിരുന്ന ആ പൊങ്കാല ദിവസം ഗൈസ്. എൻ്റെ പൊങ്കാലയും പയ്യെ തിളച്ച് തുടങ്ങി ഗൈസ്. കണ്ടോ, ഭയങ്കര വെയിലാണ്. ഞാൻ ഓടി നടന്ന് എല്ലായിടത്തും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര മനസ്സിന് ഇത്രയും സന്തോഷം തന്നൊരു പരിപാടിയില്ല ഗൈസ്. പക്ഷേ എല്ലാം പെട്ടെന്ന് അങ്ങ് കഴിയും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വിഷമമാകും. അങ്ങനെ എല്ലാവരുടെയും അടുപ്പ് കത്തിച്ച് തിളച്ച് തുടങ്ങിയിരിക്കുകയാണ്. തിളച്ച് എല്ലാവരും തൂവാൻ തുടങ്ങി. പെട്ടെന്ന് ഗൈസ് ഒരുപാട് താമസിച്ചത് ഇക്കടുവിൻ്റെ തിളച്ച് തൂവുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പെട്ടെന്ന് തിളച്ച് തൂവാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെല്ലാം അത്
അപ്പോൾ ഗൈസ് പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നിവേദ്യത്തിൻ്റെ സമയമാണ് ഗൈസ്. എല്ലാവരും നല്ല രീതിയിൽ തളർന്ന വെയിലൊക്കെ കൊണ്ട്